നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതിയുടെ ആൾട്ടോ ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേറ്റർ ലീക്ക് ആവുന്നുണ്ട്. അതായത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതേപോലെ വെള്ളം ഈ ഭാഗത്ത് കൂടെ താഴോട്ട് വരും, അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കണം. റേഡിയേറ്റർ പൊട്ടാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ റേഡിയേറ്റർ അഴിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ വെള്ളം അഴിച്ചിട്ടത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ വെള്ളം, നമ്മൾ അഴിച്ചു വിട്ട വെള്ളം. ഇത് ഫുള്ളായിട്ട് അഴുക്ക് കയറിയിട്ട് തുരുമ്പാണി കാണുന്ന മൊത്തം. അതായത് കൂളൻ്റ് ഒഴിക്കാതെ ഓടുന്ന വണ്ടികളുടെ ഒരു മെയിൻ പ്രശ്നമാണ്. നമ്മൾ കൂളൻ്റ് ഒഴിച്ച് തന്നെ ഓടുക. ഓടിയില്ലെന്നുണ്ടെങ്കിൽ സകല പൈപ്പുകളും തുരുമ്പ് പിടിച്ച് റേഡിയേറ്ററും പൊട്ടിപ്പോകാനുള്ള ചാൻസ്, വാട്ടർ പമ്പ് പോകാനുള്ള ചാൻസ്, ഹോസുകൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ്, തുരുമ്പ് കൂടിയിട്ട് റേഡിയേറ്റർ പൊട്ടാനുള്ള ചാൻസ്, ഇതൊക്കെ സംഭവിക്കാം. മൊത്തം തുരുമ്പാണി കാണുന്നത്. കൂളൻ്റ് ഒഴിക്കാതെ ഓടിയിട്ട് വന്ന് തുരുമ്പാണി കാണുന്നത് മൊത്തം. നമ്മളിപ്പോൾ റേഡിയേറ്ററിൽ നിന്ന് അഴിച്ചു വിട്ട വെള്ളമാണ്, കറക്റ്റ് കലക്ക വെള്ളം. ഒരു ശകലം പോലും കൂളൻ്റ് ഇതിനുള്ളിലില്ല. അപ്പോൾ എന്തായാലും നമുക്ക് റേഡിയേറ്റർ അഴിച്ചെടുക്കാം. റേഡിയേറ്റർ അഴിച്ചെടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടുത്തെ ഹോസ് അഴിച്ചു വിട്ടിട്ടുണ്ട്. അതുപോലെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് അഴിച്ചു വെച്ചിട്ടുണ്ട്. ബമ്പർ അഴിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് റേഡിയേറ്റർ അഴിക്കാനായിട്ട് നമുക്ക് ഈ ബാലൻസർ റാഡ്, ഇത് റേഡിയേറ്റർ താഴെ കൂടെ എടുക്കുന്നതായിരിക്കും ഏറ്റവും സിമ്പിൾ. അപ്പോൾ ബാലൻസർ റാഡിൻ്റെ 2 ബോൾട്ട്, അപ്പുറത്തെ ബാലൻസർ റാഡിൻ്റെ 2 ബോൾട്ടുകൾ, അതുപോലെ തന്നെ ഈ ബാലൻസർ റാഡ് വരുന്ന ഈ ഒരു പർച്ച് നമുക്ക് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പ്ലേറ്റ്, അതിന് ഇവിടെ ഒരു ബോൾട്ടുണ്ട്, ഈ കാണുന്ന ഒരു ബോൾട്ടുണ്ട്, ഈ കാണുന്ന ബോൾട്ടും ഈ 2 ബോൾട്ട്, ഈ കാണുന്ന 2 ബോൾട്ട്, ബാലൻസ് റാഡിൻ്റെ ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറിച്ച് താഴോട്ട് വരും. റേഡിയേറ്റർ നമുക്ക് താഴോട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ കാണുന്ന 2 ബോൾട്ട്, ഇവിടെയാണ് റേഡിയേറ്റർ അറ്റാച്ച് ആയിട്ട് ഇരിക്കുന്നത്, ഈ ഭാഗത്തും അതുപോലെ ഇതിനുള്ളിലായിട്ടുമാണ്. അപ്പോൾ റേഡിയേറ്റർ നമുക്ക് എന്തായാലും അഴിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബമ്പറും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റേഡിയേറ്റർ അഴിച്ചു വിടുന്നതിന് മുമ്പായിട്ട് AC കണക്ഷൻ വരുന്ന ഇവിടെ 2 10-ൻ്റെ ബോൾട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് 2 10-ൻ്റെ ബോൾട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി അഴിച്ചു വെച്ചിട്ടുണ്ട്. കാരണം റേഡിയേറ്റർ അഴിച്ചെടുക്കുന്ന സമയത്ത് ഈ ബോൾട്ട് അഴിച്ചാൽ മാത്രമേ റേഡിയേറ്റർ താഴോട്ട് പോകത്തുള്ളൂ. ഫാൻ ഉൾപ്പെടെയാണ് നമ്മൾ അഴിച്ചു വിടുന്നത്. അപ്പോൾ ഫാനിൻ്റെ കപ്ലെയറും വയറും കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി അഴിച്ച് വിട്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് റേഡിയേറ്റർ പുറത്തെടുക്കാം. നമ്മളിപ്പോൾ വണ്ടിയിൽ നിന്ന് റേഡിയേറ്റർ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 10-ൻ്റെ ബോൾട്ട്, സൈഡിൽ വരുന്ന ബോൾട്ടുകൾ നമ്മൾ അഴിച്ചെടുത്തിട്ട് ഫാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചു. ഇനി നമുക്ക് റേഡിയേറ്ററിൻ്റെ എവിടെ നിന്നാണ് ലീക്ക് എന്നൊന്ന് നോക്കാം. റേഡിയേറ്ററിന് ഓൾറെഡി തുരുമ്പ് വെള്ളമാണ് വരുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ലീക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. വെള്ളം ഒഴിച്ചു. നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് എവിടെ നിന്നാണ് ലീക്കെന്ന് കറക്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം. ലീക്ക് ശരിക്കും ഈ ഭാഗത്ത് കൂടിയാണ് ലീക്ക് വരുന്നത്. ഈ ഭാഗത്ത് കൂടിയാണ് ലീക്ക് വരുന്നത്. ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ റേഡിയേറ്ററിൻ്റെ ടോപ്പിൻ്റെ കവർ പൊട്ടിപ്പോയിട്ട് ലീക്കായതാണ്. ഓക്കെ, ഈ ഭാഗത്ത് കൂടെയാണ് ലീക്ക് വരുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് റേഡിയേറ്റർ എന്തായാലും ഇത്രയും തുരുമ്പുള്ള സ്ഥിതിക്ക് നമുക്ക് റേഡിയേറ്റർ മാറണം. കാരണം ഇതിൻ്റെ കോറൊന്നും കറക്റ്റ്, ഇത്രയും തുരുമ്പാണ് ഇതിനകത്ത് കിടക്കുന്നത്. കറക്റ്റ് വെള്ളം സർക്കുലേറ്റ് ചെയ്യില്ല. കാലങ്ങളായിട്ട് കൂളൻ്റ് മാറാതിരുന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് റേഡിയേറ്റർ അസംബ്ലി മാറണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പുതിയ റേഡിയേറ്റർ. പുതിയ റേഡിയേറ്ററിൽ നമ്മൾ ഇതിൻ്റെ ഫാൻ ഫിറ്റ് ചെയ്യുന്നു. ഫാനിന് 4 ബോൾട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റേഡിയേറ്ററിൻ്റെ താഴത്തെ ഹോസും മുകളിലെ ഹോസും മാറേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ പുതിയ ഹോസ് 2 മേടിച്ചിട്ടുണ്ട്. ഇത് താഴെ വരുന്ന നീളമുള്ള ഹോസ്, ഓക്കെ, ഇത് മുകളിൽ വരുന്ന നീളമുള്ള ഹോസ്. അപ്പോൾ ഇത് 2 മാറണം. അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. കൂളൻ്റ് പുതിയത് ഒഴിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ റേഡിയേറ്ററും പുതിയത് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഫാന് നമുക്ക് ഫിറ്റ് ചെയ്യാം. 2 ക്ലാമ്പിലാണ് റേഡിയേറ്ററിൻ്റെ താഴെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ഈ ഭാഗം സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ
റേഡിയേറ്റർ നമ്മൾ പൊക്കി വെച്ചിട്ട് താഴെ ക്ലാമ്പ് ഇടുക, അങ്ങനെയാണിത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അടിയിൽ കൂടെ തന്നെ റേഡിയേറ്റർ ഇങ്ങനെ മുകളിലോട്ട് കയറ്റുക. ഓക്കെ, എന്തായാലും നമുക്ക് റേഡിയേറ്റർ കയറ്റി വെക്കാം. ഈ രണ്ട് സൈഡിലാണ് എ സിയുടെ 2 10-ൻ്റെ ബോൾട്ട് വരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഓസ് മാറാനുള്ള കാരണം ഇപ്പോൾ കാണിച്ചു തരാം. ഇതിനകത്ത് മൊത്തം ഓസിനകത്ത് തടി പോലെ ഇരിക്കുകയാണ്. ഇതിൻ്റെ പൊടിയുന്ന സൗണ്ട് ഇതിനകത്ത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതായത് മൊത്തം തുരുമ്പ് പിടിച്ച് ഈ കാണുന്നതല്ല ഇതിൻ്റെ, ഇത് കറക്റ്റ് കൂളൻ്റ് ഒഴിക്കാതെ വരുന്ന ഒരു അവസ്ഥയിൽ വരുന്ന ഒരു പ്രശ്നമാണിത്. കാരണം മൊത്തം ഈ തുരുമ്പെല്ലാം കയറി റേഡിയേറ്ററിനകത്ത് കയറി തുരുമ്പായിട്ട് റേഡിയേറ്റർ മൊത്തം ബ്ലോക്ക് ആവും, ഓവർഹീറ്റ് വരും, അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ കാണിക്കും. നമ്മൾ റേഡിയേറ്റർ മാറാനുള്ള കാരണം ഈ തുരുമ്പ് കൊണ്ടാണ്. കാരണം ഇതിൻ്റെ കോറ് ചെറിയ റേഡിയേറ്റർ കോർ ആയതുകൊണ്ട് ഇതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്താൽ എത്ര ക്ലീൻ ചെയ്താലും നമുക്കത് കിട്ടത്തില്ല, കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടുകയില്ല. അപ്പോൾ നമുക്ക് ഈ ഓസ് മാറണം, റേഡിയേറ്റർ നമ്മളെല്ലാം അതിന് വേണ്ടിയിട്ടാണ് റേഡിയേറ്റർ അസംബ്ലി ആയിട്ട് നമ്മളത് മാറിയത്. ഈ ഇത്രയും തുരുമ്പുകളാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്, എല്ലാം ഇതിൻ്റെ തുരുമ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓസ് രണ്ടും മാറേണ്ടതായിട്ടുണ്ട്. നമുക്കിതിൻ്റെ റേഡിയേറ്റർ അടിയിലൂടെ കറക്റ്റായിട്ട് മേളിലോട്ട് കയറ്റി വെക്കാം. കയറ്റി വെച്ചിട്ട് റേഡിയേറ്റർ സീറ്റ് ആവുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഈ 2 10-ൻ്റെ ബോൾട്ട് നമുക്ക് ലൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ മുകളിലായിട്ട് വന്നിട്ടാണ് റേഡിയേറ്റർ സീറ്റായിട്ട് ഇരിക്കുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് റേഡിയേറ്റർ വന്ന് സീറ്റായിട്ടിരിക്കുന്നത്. ഈ ഭാഗം വന്ന് സീറ്റായിട്ടിരിക്കുന്നത്, ഈ ഭാഗം വന്ന് സീറ്റായിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് താഴെ ക്ലാമ്പ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടൻസർ വന്ന് സീറ്റാകുന്നത് ഈ ഭാഗത്തായിട്ടാണ്, 2 സൈഡിലും അതേപോലെ ലോക്ക് ഉണ്ട്. ആ ലോക്കിലോട്ട് കയറ്റി വെച്ചിട്ടാണ് എ സിയുടെ കണ്ടൻസർ വന്നിട്ട് സീറ്റാകുന്നത്. അതുപോലെ തന്നെ എ സിയുടെ കണ്ടൻസറിന് ഇവിടെ റേഡിയേറ്ററിൻ്റെ ഭാഗത്തായിട്ട് ഒരു 10-ൻ്റെ 2 ബോൾട്ട് വരുന്നുണ്ട്. ഈ ഭാഗത്തൊരെണ്ണം, അതുപോലെ തന്നെ ഈ ഭാഗത്തൊരെണ്ണം. ഓക്കെ, എന്തായാലും നമുക്കത് ബാക്കിലെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ കയറ്റി ഫിറ്റ് ചെയ്യും. നമുക്ക് ഈ ഭാഗമാണ്, ഈ പർച്ചാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. നമ്മൾ ഓൾറെഡി 12-ൻ്റെ ബോൾട്ട് ഇട്ടിട്ട് ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബോൾട്ടുകളും കാര്യങ്ങളൊക്കെ ഇട്ട് ബാക്കി ബാലൻസായിട്ട് ഫിറ്റ് ചെയ്യാനുണ്ട്, കൂളിൻ്റെ ഒഴിക്കാണ്ട്. അതുപോലെ തന്നെ ഈ ഓസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ബാക്കിയുള്ള കണക്ഷനും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് ബോൾട്ടും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. റേഡിയേറ്ററിനകത്ത് കൂളൻ്റ് നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എ സിയുടെ ആ 10-ൻ്റെ 2 ബോൾട്ട് വരുന്നത് മുറുക്കി. ഇനി നമുക്ക് എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എപ്പോഴും ഫാനിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് റേഡിയേറ്റർ നമുക്ക് എങ്ങനെ ആൾട്ടോയുടെ മാറാമെന്നുള്ളതാണ്, എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ കൂളിൻ്റൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക, വേറെ ഓവർ ടെമ്പറേച്ചറിൻ്റെ ലെവലിലോട്ട് വല്ലതും പോകുന്നുണ്ടെന്ന് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ആൾട്ടോയുടെ റേഡിയേറ്റർ അസംബ്ലി നമുക്ക് എങ്ങനെ മാറാമെന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കൂളൻ്റ് ഒഴിച്ച് തന്നെ വണ്ടി ഓടിക്കുക. കൂളൻ്റ് ഒഴിക്കാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ സകല പൈപ്പുകളും എല്ലാം വാട്ടർ പമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുരുമ്പ് പിടിച്ച് പോയി ഓവർ ഹീറ്റ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ ഓവർ ഹീറ്റ് നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല, എൻജിൻ പിടിച്ചു കഴിഞ്ഞിട്ടായിരിക്കും അത് നമ്മൾ അറിയുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.